നിർത്താൻ തന്നെ പ്ലാൻ. മൊത്തത്തിലുള്ള ബഡ്ജറ്റ് ഇനി പറഞ്ഞുതരാട്ടാ. വീണ്ടും പൈസ ടെൻഷനായി. ഇനി ഉണ്ടാക്കണം 4 ലക്ഷം രൂപ. ഇപ്പൊ മറ്റേ പഴയ വീഡിയോ ഇട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി കുറെ പേർക്ക് ഇതിനെ കുറിച്ച് കുറച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല എന്തായാലും പരിപാടി. പക്ഷെ ബഡ്ജറ്റ് എങ്ങനെയായാലും ഇതിപ്പോ ഏത് ബിസിനസ് തുടങ്ങാനും അങ്ങനെ തന്നെ ബഡ്ജറ്റ് നിൽക്കില്ല. അതുപോലെ തന്നെ ഇതിലും ബഡ്ജറ്റ് നമ്മൾ വിചാരിച്ചോളം നിൽക്കില്ല. പിന്നെ ഈ മെറ്റീരിയൽസിന്റെ വില കയറ്റം ബാധകമാണ്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പണിയിട്ട് മെറ്റീരിയൽസിന്റെ വില ഏറ്റവും കൂടുതൽ പണിയിട്ട്. അത് നമ്മളെ ഒരു കൊല്ലം മുന്നാണ് ബഡ്ജറ്റ് ഇട്ടത്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം 1.5 കൊല്ലം മുമ്പാണ് ബഡ്ജറ്റ് ഇട്ടത്. അതിൽ നമുക്ക് നല്ല പണി കിട്ടി. കുറെ പേര് പറയണ ബഡ്ജറ്റില് തീർക്കാനൊക്കെ പറ്റും. ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിഞ്ഞൊരു സാധനം ആയതുകൊണ്ട് നമ്മളിപ്പോ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് തീർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പണികൾ മാത്രം ചെയ്ത് തീർക്കാനൊക്കെ പറ്റും. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ് പ്രശ്നം. നമുക്ക് അത് വേണം നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലോ. നല്ലൊരു സാധനം ചെയ്യണം എന്നുള്ള തൊര. പക്ഷെ അത്ര തൊര നല്ലതല്ല. ഇപ്പൊ തന്നെ ഒരു തൊര കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഈ പണി കഴിഞ്ഞു. ഇനിയിപ്പോ ഈ സൈഡില് വേറെ സാധനം വയ്ക്കുന്ന ഒരു തൊര വന്നിട്ടുണ്ട്. പേരിന്റെയിൽ ഇത്ര ഒന്നും ഇരിക്കണം എന്ന് വിചാരിച്ചില്ല. ഇപ്പൊ നോക്കിയേ ഫുൾ പേരിന്റെയിൽ വിരിച്ചു. അതിൽ തന്നെ നമ്മുടെ ബഡ്ജറ്റും കയറിണ്ട്. അതാണ് പ്രശ്നം. ഇതിപ്പോ നിങ്ങൾ പറയണ ഒരു ബഡ്ജറ്റിലാണെങ്കിൽ തീർക്കാനൊക്കെ പറ്റും. സ്വന്തം പണി ചെയ്തുകൊണ്ട് നമ്മള് പഠിഞ്ഞു അവസാനം ഈ ഒരു ലെവലിലെത്തി. നമുക്ക് നല്ലത് വേണം എന്നുള്ള ആഗ്രഹം കുറച്ച് കൂടുതൽ. ഇത്രയ്ക്ക് ആർക്കും ആഗ്രഹം നല്ലതല്ല കേട്ടോ. അത്ര വേണ്ട. നമുക്ക് മിനിമം ബഡ്ജറ്റിൽ തന്നെ തീർക്കായിരിക്കും ബെറ്റർ. അതായത് പിന്നെ ഇപ്പൊ ഞങ്ങളായാലും ഇനി നിർത്താൻ തന്നെ പ്ലാൻ. ഇനി വല്ലാണ്ട് വേണ്ടെന്നുള്ള മൈൻഡ് തന്നെയാണ്. ഇനിയിപ്പോ ഇതിന്റെ പ്രോഫിറ്റ് ചെയ്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകും. ഭയങ്കര ലോൺ കയറ്റി വെച്ചല്ലേ നമ്മൾ അവസാനം പെടും. അപ്പൊ അങ്ങനെ ഓക്കെ ബൈ.